കേരളത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവേശന മാർഗമാണ് നമ്മുടെ പാലക്കാട്. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിലും കുറേ ഗ്യാപ്പുകളുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്യാപ്പുകൾ വഴി അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കേരളത്തിലേക്ക് കടന്നു വരാറുണ്ട്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത കുറേ പേര് നമ്മുടെ പാലക്കാടുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു സ്ഥലം അട്ടപ്പാടി. അട്ടപ്പാടിയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഒരൈഡിയില്ലാത്ത സ്ഥലം അട്ടപ്പാടി. അതുകൊണ്ട് ചോദിച്ചു വേണം പോവാൻ. പോകുന്ന വഴിക്ക് കുറേ വ്യൂ പോയിൻറ്റ്സ് കണ്ടു. തൽക്കാലം എവിടെയും നിർത്തുന്നില്ല. കാരണം അട്ടപ്പാടിയിൽ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് മുകളിലോട്ട് കയറിയപ്പോൾ ക്ലൈമറ്റ് ആകെ ചേഞ്ചായി. നല്ല തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി. ലക്ഷണം കണ്ടിട്ട് ഇവിടെ ഒരു മഴ കഴിഞ്ഞ മട്ടുണ്ട്. ഈ വഴിക്ക് തന്നെയാണ് സൈലൻറ്റ് വാലിയിലേക്കും പോകുന്നത്. സൈലൻറ്റ് വാലിയെക്കുറിച്ച് ചുരുക്കി പറഞ്ഞ നിത്യഹരിത നിബിഡ വനം, അതായത് മഴക്കാടുകളാണ് നമ്മുടെ സൈലൻറ്റ് വാലി. ഇവിടുത്തെ വേറൊരു പ്രത്യേകത ചീവീടുകളുടെ സൗണ്ട് ഇവിടെ കേൾക്കില്ല എന്നതാണ്. അതുകൊണ്ടാവാം സൈലൻറ്റ് വാലി എന്ന പേര് വരാൻ കാരണം. മുക്കാലി എന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് കയറിയാൽ സൈലൻറ്റ് വാലിയിലോട്ട് പോവാം. നേരെ പോയ അട്ടപ്പാടി എത്തും. മുക്കാലിയിൽ നിന്ന് 23 കിലോമീറ്ററാണ് സൈലൻറ്റ് വാലിയിലേക്ക്. നമ്മുടെ ലക്ഷ്യം അട്ടപ്പാടിയാണ്. അതുകൊണ്ട് നേരെ പോകുന്ന റോഡിലൂടെ മുന്നോട്ട് പോവുക. അട്ടപ്പാടിയുടെ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങോട്ട് പോവാൻ ഒരു വഴിയല്ല, പല വഴികളുണ്ട്. ഒരു വഴി ബ്ലോക്കായാലും വേറൊരു വഴി കൂടെ അവിടെ എത്താൻ കഴിയും. വഴിയിൽ കണ്ട ഒരുപാട് പേരോട് അട്ടപ്പാടിയിൽ കാണാനുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചു. എല്ലാവരും പറഞ്ഞത് അട്ടപ്പാടിയിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല എന്നാ. എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്നാണ് അവർ പറഞ്ഞത്. ഇനി പാലക്കാട് റൂട്ടിലുള്ള അട്ടപ്പാടിയിലെ പ്രധാനപ്പെട്ട സ്ഥലം നമ്മൾ കാണാൻ പോകുന്നത്. അട്ടപ്പാടിയിലെ പ്രധാനപ്പെട്ട ഉത്സവം ശിവരാത്രി. ശിവരാത്രി ഉത്സവം നടക്കുന്നത് ഈ മല്ലീശ്വര ക്ഷേത്രത്തിലാണ്. ഒരു പ്രത്യേക ഗോത്രത്തിൽപ്പെട്ടവരാണ് ഈ അമ്പലത്തിൽ പൂജ ചെയ്തു വരുന്നത്. മല്ലീശ്വരനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അത് ശിവനാണെന്നാണ് വിശ്വാസം. ശിവലിംഗ പ്രതിഷ്ഠയാണുള്ളത്. ഭഗവതിയും മറ്റ് വനദേവതകളും ഉപപ്രതിഷ്ഠകളായിട്ടുണ്ട്. ഇരുള വിഭാഗത്തിൻ്റെ ക്ഷേത്രമാണിത്. എന്നാൽ മറ്റു ഗോത്ര വിഭാഗക്കാരും ഇവിടെ എത്താറുണ്ട്. കൃഷിയും കാലിമേച്ചിലും ഉപജീവനമാക്കിയ ഇരുള വിഭാഗക്കാർ തമിഴ്നാട്ടിലെ നീലഗിരി മലകളിൽ നിന്ന് കുടിയേറിയവരാണത്രേ. ആ ഗോത്രത്തിൽപ്പെട്ടവർ ശിവരാത്രിക്ക് വ്രതമെടുത്ത് മല്ലീശ്വരമുടി കയറാറുണ്ട്. ശിവരാത്രി ദിവസം വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് 41 ദിവസം വ്രതമെടുത്ത് പ്രത്യേക ഗോത്രത്തിൽപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ മല്ലീശ്വരമുടി കയറുന്നത്. ഈ കാണുന്ന മലകളുടെ പുറകിലായിട്ട മല്ലീശ്വരമുടിയുള്ളത്. മഞ്ഞ് മൂടിയ കാരണം നമുക്ക് ആ മല ശരിക്കും കാണുന്നില്ല. പോകുന്ന വഴിക്ക് റോഡിൻ്റെ 2 സൈഡും നോക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് കാണാൻ കൊള്ളാവുന്ന എന്തെങ്കിലും കണ്ടാൽ അപ്പം അവിടെ വണ്ടി നിർത്തും. പോകുന്ന വഴിക്ക് 1-2 സ്ഥലം കൂടി കാണാനുണ്ട്. അട്ടപ്പാടി വരെ വന്നിട്ട് ഭവാനിപ്പുഴ കാണാതെ പോകുന്നത് എങ്ങനെയാണ്? പാലക്കാട് പോകുന്ന വഴിക്ക് ആനയ്ക്കൽ പാലത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ചെറിയ വഴിയിൽ കൂടെ പോയാൽ നമുക്ക് ഈ പാലത്തിൻ്റെ അടുത്തെത്താൻ പറ്റും. ഇതാണ് ആനയ്ക്കൽ പാലം. ഈ പാലത്തിൽ നിന്ന് നമുക്ക് ഭവാനിപ്പുഴയുടെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. മെയിൻ റോഡിൽ നിന്ന് തന്നെ നമുക്ക് ഈ പാലം കാണാൻ പറ്റും. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വണ്ടി നിർത്തി ഈ പാലത്തിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു പോകുന്നുണ്ട്. ഇങ്ങനെയൊരു സ്ഥലം കണ്ടാൽ ആരായാലും ഒന്ന് വണ്ടി നിർത്തും. പാലത്തിന് താഴെ നിറഞ്ഞൊഴുകുന്ന ഭവാനിപ്പുഴ നമുക്ക് കാണാൻ പറ്റും. നമ്മളാദ്യം കണ്ട സിറുവാണി പുഴയിലെ വെള്ളം ഈ ഭവാനിപ്പുഴയായിട്ട് ചേർന്ന് ഇത് പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോകും എന്നാ അറിയാൻ കഴിഞ്ഞ്. പുതിയ ഇടങ്ങൾ കണ്ടറിയാനും അവിടുത്തെ ജീവിതങ്ങൾ മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് യാത്രകൾ എന്നും വല്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും. നിരവധി വേറിട്ട കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇടങ്ങളുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. എങ്കിലും അധികമാരും പോവാത്ത, എന്നാൽ മറ്റേതൊരു സ്ഥലത്തേക്കാളും മനോഹാരിതയുള്ള ചില സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിൽ ഒരിടമാണ് നരസിമുക്ക്. നരസിമുക്കിലെ സൂര്യോദയവും കോടമഞ്ഞും ആസ്വദിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെ ഭാഗ്യമാണ്. അട്ടപ്പാടിയിൽ പോകുന്നവർ നിർബന്ധമായും നരസിമുക്ക് കാണണം എന്ന് പറയാനുള്ള കാരണവും അതുതന്നെയാണ്. കുറേ പേര് കാണാൻ സജസ്റ്റ് ചെയ്തൊരു സ്ഥലമാണ് നരസിമുക്ക്. നമുക്കാദ്യം നരസിമുക്ക് കാണാൻ പോവാം. അയ്യപ്പനും കോശിയും ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണെന്ന് കുറേ പേര് പറയുന്ന കേട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും പോയി കണ്ടു നോക്കാം. നരസിമുക്കിലേക്ക് കയറി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കണ്ടത് ചെറിയൊരു പ്രതിഷ്ഠയാണ്.
സിനിമകളിലെ ഗ്രാമപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പോലെ ചെറിയൊരു പ്രതിഷ്ഠ. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചറിയാൻ ഇവിടെ ലോക്കൽസ് ആയിട്ട് ആരുമില്ല. മനസ്സിന് കുളിർമയേകുന്ന ഒരു വ്യൂവാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അട്ടപ്പാടിയിലെ ഒരു ഏരിയൽ വ്യൂ തന്നെയാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. വെറുതെയല്ല എല്ലാവരും ഈ ഒരു സ്ഥലം പോയി കാണാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ മുകളിലെത്തിയാൽ ഇതിലും നല്ല വ്യൂ ആയിരിക്കും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നമുക്കെന്തായാലും കയറി നോക്കാം. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. തണുത്ത കാറ്റുമടിച്ച് നല്ല വ്യൂവും കണ്ട് ഈ കുന്നു കയറാൻ ഒരു പ്രത്യേക സുഖമുണ്ട്. മുകളിലേക്ക് കയറും തോറും സ്ഥലത്തിൻ്റെ ഭംഗി കൂടിക്കൂടി വരികയാണ്. വിൻ്ററായ കാരണമാ തോന്നുന്നു ഇവിടുത്തെ ചില മരങ്ങളിലൊന്നും ഇലകളില്ല. നമ്മൾ കയറി വന്ന റോഡും ഇവിടെ അടുത്തുള്ള ഗൂളിക്കടവ് ടൗണും ഇവിടെ നിന്ന് ചെറുതായി കാണുന്നുണ്ട്. ഒരുപക്ഷെ വെയിലില്ലാത്തതുകൊണ്ടാവാം ഇത്ര ദൂരം കയറിയിട്ടും ഒട്ടും ക്ഷീണം തോന്നിയിട്ടില്ല. ഇനി വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും അറ്റത്ത് പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. നരസിമുക്ക എന്ന് പറയുന്നത് അട്ടപ്പാടിയുടെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അട്ടപ്പാടിയിൽ വന്ന് കാണേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റ് ആരോട് ചോദിച്ചാലും അതിലൊന്ന് നരസിമുക്ക ആയിരിക്കും. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ മലയുടെ മുകളിൽ കുറേ വിൻഡ് മില്ലുകൾ കാണാൻ പറ്റും. കാറ്റാടിപ്പാടം എന്നൊക്കെയാണ് ഇവിടെയുള്ളവർ ആ സ്ഥലത്തിനെ പറയുന്നത്. ചെറിയൊരു ട്രക്കും കണ്ണിന് കുളിർമയേകുന്ന അതിമനോഹരമായ കാഴ്ചകളായിരുന്നു നരസിമുക്ക് നമുക്ക് സമ്മാനിച്ചത്. ആനക്കട്ടി ഷോളയൂർ റോഡിലുള്ള കാറ്റാടിപ്പാടങ്ങളാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഒരു കാര്യം ഉറപ്പാണ്, പോകുന്ന വഴിക്ക് ഇനിയും ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു പാലവും കുത്തിയൊഴുകുന്ന പുഴയും ശ്രദ്ധയിൽപ്പെട്ടത്. കാടിന് നടുവിലൊരു പാലം, അതിനിടയിൽ കൂടെ കുത്തിയൊഴുകുന്ന ഒരു പുഴ. ചിറ്റൂർ പാലം എന്ന ഈ പാലത്തിൻ്റെ പേര്. നമ്മുടെ പാലക്കാട് കൊടുമ്പ് കഴിഞ്ഞു വരുന്ന ചിറ്റൂരല്ല, ഇത് അട്ടപ്പാടിയിലുള്ള ചിറ്റൂരാണ്. സിറുവാണി പുഴയാണ് നമ്മൾ ഈ കാണുന്നത്. വെള്ളം കലങ്ങി മറിഞ്ഞാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ അറിഞ്ഞൊരു കാര്യമുണ്ട്. ഈ സിറുവാണി പുഴ പിന്നീട് ഭവാനി പുഴയായി ലയിക്കും. ഭവാനി പുഴ പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോകും. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ഡാം കെട്ടാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് തമിഴ്നാട് എതിർത്തു. അത് കാരണം അതിൻ്റെ വർക്ക് അവിടെ നിർത്തിവെക്കേണ്ടി വന്നു. നിശ്ചിത അളവിൽ ഡാം കെട്ടി വെള്ളമെടുക്കാമെന്ന് ഈ അടുത്ത കാലത്ത് കോടതി വിധി വന്നു. അതിനെ തുടർന്ന് പണി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എന്നാ കേട്ടത്. ഇതൊക്കെ ഇതുവഴി പോയ നാട്ടുകാരനിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അങ്ങനെ ചിറ്റൂരിനോട് യാത്ര പറഞ്ഞ് വീണ്ടും മുന്നോട്ട് പോവാം. ഇവിടെ നിന്ന് ഏകദേശം 22 കിലോമീറ്ററോളം പോകാനുണ്ട് അവിടെ എത്താൻ. ഈ വഴിയിലൂടെ നേരെ പോയാൽ ഊട്ടിയും കോയമ്പത്തൂരും ഒക്കെ എത്താൻ പറ്റും എന്നാ കേട്ടിരിക്കുന്നത്. ഊട്ടിയിലേക്ക് പോകുന്നവർക്ക് ഈ വഴി ചൂസ് ചെയ്യാം. അട്ടപ്പാടി കണ്ടിട്ട് പിന്നീട് ഊട്ടിയിലേക്ക് പോവാം. നമ്മളിപ്പോൾ കാറ്റാടി മരത്തിൻ്റെ വളരെ അടുത്തെത്തിയിട്ടുണ്ട്. വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം. അയ്യപ്പനും കോശിയും സിനിമയിലുള്ള പോലീസ് സ്റ്റേഷനൊക്കെ ഈ ഭാഗത്തായിരുന്നു. ചെറിയ വീടുകളും അതിൻ്റെ പിന്നിലെ കാറ്റാടി മരങ്ങളും കാണാൻ നല്ല രസമുണ്ട്. നെൽപ്പാടങ്ങളില്ല, കരിമ്പനകളില്ല, ഏല, കാപ്പി, ചായ തോട്ടങ്ങളില്ല. ഇത് പാലക്കാടിൻ്റെ മറ്റൊരു കാഴ്ച. വിൻഡ് മില്ലിന് അനുയോജ്യമായ കാറ്റായിരിക്കും നമ്മുടെ ഈ പാലക്കാടൻ കാറ്റ്.